Hi dear parents. അപ്പോൾ ഞാൻ എൻ്റെ ഈ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസസ് ആണ്. അതായത് നിങ്ങളുമായിട്ട് ഞാൻ വിചാരിച്ചു ഓരോ വീഡിയോസിലും എൻ്റെ ഒത്തിരി എക്സ്പീരിയൻസസ് ഞാൻ ഫേസ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. സോ അതിലൊരു കാര്യമാണ്, അതായത് എന്നോട് എല്ലാ പാരൻസും പറയാറുണ്ട്, അതായത് സംസാരത്തിലൊക്കെ ഡിലേ ആയിട്ട് വരുന്ന ഓൾമോസ്റ്റ് എല്ലാ പാരൻസും പറയുന്നതാണ് ഇത്, അതായത് ചെവി കേൾക്കുന്നുണ്ട്, അവൻ എന്തായാലും ചെവി കേൾക്കുന്നുണ്ട് മാഡം, പക്ഷേ വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യത്തില്ല. എത്ര പ്രാവശ്യം പേര് വിളിച്ചാലും അല്ലെങ്കിൽ ഇപ്പം എന്തൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞാലും മൈൻഡ് ചെയ്യത്തേ ഇല്ല. ഇപ്പോൾ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ പിന്നെ ഒരു റെസ്പോൺസും കാണത്തില്ല. പക്ഷേ ടി വിയിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആഡ് വന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട് വന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ പുറത്ത് വണ്ടിയുടെയൊക്കെ സൗണ്ട് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഡോറൊക്കെ ഓപ്പൺ ചെയ്യുന്ന ചെറിയ ആ നോക്ക് ഇങ്ങനെ തിരിക്കുന്ന ആ ഒരു ശബ്ദം കേട്ടാൽ തന്നെ ഉടനെ എൻ്റെ അടുത്ത് ഓടി വരാറുണ്ട്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ആക്ച്വലി ഈ രീതിയിൽ ഒരു റെസ്പോൺസസ് കുഞ്ഞുങ്ങൾ നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ട്രാക്ക് ചെയ്യേണ്ടതാണ്. സോ ഇപ്പോൾ ഈ ഡോറ് ചെറുതായിട്ട് തുറക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, അതായത് ഇപ്പോൾ പാട്ടിൻ്റെ ആഡ്, ടി വിയിൽ കാണുന്ന പരസ്യത്തിലുള്ള ചെറിയ ശബ്ദങ്ങൾ വരെ അവർ കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഹിയറിങ് 80% നോർമൽ. ഹിയറിങ്ങിന് ഒരു കുഴപ്പവും നമ്മൾ കാണാനായിട്ട് ചെവി കേൾക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഇപ്പം നമ്മൾ ഒരുപാട് കുഞ്ഞുങ്ങൾ, ഞാൻ അതെൻ്റെ വീഡിയോസിലെല്ലാം ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, ASD ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആ ഒരു കാറ്റഗറിയിൽ കുഞ്ഞുങ്ങൾ വീഴുന്നുണ്ടെങ്കിൽ ഈ നെയിം കോളിംഗ് റെസ്പോൺസ്, അതുപോലെ തന്നെ ഞാൻ ഇപ്പം പറഞ്ഞ ഈ ഇതേപോലുള്ള കുറച്ച് സിംറ്റംസ് കുഞ്ഞുങ്ങൾ കാണിക്കാറുണ്ട്. സോ ഈ രീതിയിൽ കുഞ്ഞുങ്ങൾ ഒരു റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യരുത്. നല്ല ഒരു അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റൽ ന്യൂറോളജിസ്റ്റ്, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി എന്തായാലും ഒരു അസസ്മെൻറ്റ് ചെയ്യണം, ഒരു കൺസൾട്ടേഷൻ ചെയ്യണം. ഇഗ്നോർ ചെയ്യരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.